സ്നേഹാദരണീയരായ നമ്മുടെ ഈ വേദിയിൽ എനിക്ക് ശേഷം നിങ്ങൾ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന അഭിവന്ദ്യനായ സഹപ്രവർത്തകൻ മുഹമ്മദ് രാമന്തളി, ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട കെ പി അംജദ് ഫൈസി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, പി പി അഹമ്മദാജി, ഒന്നത്ത് ഇസ്മായിൽ, പി ടി എ ഫൈസി, അബൂബക്കർ മുസ്ലിയാർ, അബ്ബാസ് ദാരിമി, കല്ലിങ്ങൽ അഹമ്മദ് ഹാജി തുടങ്ങി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ അഭിവന്ദ്യരും ബഹുമാന്യരുമായ ഭാരവാഹികൾ, ഈ മഹത്തായ സദസ്സിൽ ആഗതരായിട്ടുള്ള പ്രിയപ്പെട്ട അഖിലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ പ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതന്മാർ, വിശിഷ്യ യുവ സഹോദരങ്ങൾ, ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട തൂവക്കുന്ന് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം അംഗങ്ങൾ തുടങ്ങിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അഭിവന്ദനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയമായ ആഗമനം പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനിടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് രാമന്തളിയുടെ പ്രൗഢമായ പ്രഭാഷണവും കേൾക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് വളരെ ലഘുവായി എന്റെ കടമ നിർവഹിച്ചുകൊണ്ട് പിന്മാറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ചറബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ മതവിജ്ഞാനം മാനവ നന്മക്ക്, നമ്മുടെ പ്രമേയമത മാനവ നന്മക്ക് മതജ്ഞാനം എന്ന പ്രമേയമാണ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന ആദ്യത്തെ മനുഷ്യനെ അയക്കുമ്പോൾ തന്നെ പറഞ്ഞ വാചകം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാകണം എന്നതിന്റെ വ്യക്തമായ ഒരു ദർശനമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ആ മഹനീയമായ പദപ്രയോഗം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്മളെല്ലാറ്റിന്റെയും നാമങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എല്ലാത്തിന്റെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമം ജീവിതത്തിൽ പുലർത്തേണ്ട മാർഗരേഖയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൗഹീദ്, മറ്റൊന്ന് റിസാലത്ത്. ഇത് രണ്ടും ഭൂമുഖത്ത് പ്രചരിപ്പിക്കലും അത് ഉൾക്കൊള്ളലുമാണ് എങ്കിൽ ഈ രണ്ടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തിയിരിക്കുന്നത് ഇൽമുള്ള വിവരമുള്ള ആളുകളെയാണ് എന്ന് വരുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ നേർധാര സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് പ്രവാചകന്മാരെ അയച്ചതെങ്കിൽ, അല്ലാഹു അതാണ് അവരെ കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ, ഈ മനുഷ്യ സമൂഹത്തിന്റെ നേർവഴി കാണിക്കാൻ പ്രവാചകന്മാര് വന്നപ്പോഴും ആ പ്രവാചകന്മാരെ ദൗത്യമേറ്റെടുത്ത പണ്ഡിതന്മാർ വന്നപ്പോഴും അവർക്കുള്ള സ്ഥാനം എന്താണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കും. നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തൗഹീദും റിസാലത്തും പ്രചരിപ്പിക്കൽ തന്നെയാണല്ലോ, മറ്റൊന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ആത്യന്തിക കടമ അതാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ആ ഏകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ പ്രവാചകർ എങ്ങോട്ടാണോ ജനങ്ങളെ ക്ഷണിച്ചത് ആ വഴിയും ആ രീതിയും ജനസമൂഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജനങ്ങളെ പ്രബോധനം ചെയ്ത് പ്രബുദ്ധരാക്കുക. അതാണ് നമ്മുടെ ദൗത്യം. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഏകത്വത്തിന് സാക്ഷി നിർത്തിയതിനെ കുറിച്ച് പറയുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നതിന് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഏകത്വത്തിന് ഒന്നാമത്തെ സാക്ഷി പടച്ച റബ്ബ് തന്നെ. അല്ലാഹു ഏകനാണ് എന്നതിന് പടച്ച റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് പറയുന്നു. പിന്നെയോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സാക്ഷി വൽ മലായിക, മലക്കുകളാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തിന് പടച്ച റബ്ബ് സാക്ഷി നിർത്തിയിരിക്കുന്ന ഒന്ന് പടച്ചവനെ, മറ്റൊന്ന് മലക്കുകളെ. ഇത് രണ്ട് നമുക്ക് പ്രാപ്യമല്ല. മൂന്നാമതായി അല്ലാഹു ഒരു സാക്ഷി നിർത്തുന്നു. ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇൽമുള്ള ആളുകളെയാണ് പടച്ച റബ്ബ് പിന്നെ ഒരു സാക്ഷിയായി നിർത്തിയിരിക്കുന്നത്, ആലിമീങ്ങൾ. അല്ലാഹുവിന്റെ ഏകത്വം ഇവിടെ പ്രചരിപ്പിക്കൽ നമ്മുടെ ദൗത്യമാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു സാക്ഷി ആലിമാണ്. അല്ലാഹു ഏകനാണ് എന്നതിന് പടച്ച റബ്ബ് മലക്കുകളുടെ കൂടെ അല്ലാഹുവിന്റെ കൂടെ സാക്ഷി പട്ടികയിൽ ചേർത്തിരിക്കുന്ന ഒന്ന് ആലിമീങ്ങളെയാണ്. അവിടെ നിന്നു തന്നെ മതവിജ്ഞാനത്തിന്റെ പ്രത്യേകത നമുക്ക് ഊഹിക്കാവതല്ലേ ഉള്ളൂ. എന്നാൽ അതുപോലെ തന്നെ രണ്ടാമത്തേത് റിസാലത്താണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു, പ്രവാചകനല്ല, ലസ്ത മുർസല. അവര് പറഞ്ഞു, നബിയെ നിങ്ങൾ മുർസലല്ലോ. ഖാലല്ലദീന കഫറൂ ലസ്ത മുർസല. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നു നിങ്ങൾ മുർസലല്ലെന്ന്. ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വ ബൈനകും വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്. ഖുൽ നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം,
കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി പടച്ചറബ് മതി. വമൻ ഇൻദഹു ഇൽ കിതാബ്, കിതാബ് ജ്ഞാനമുള്ള അലിമീങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ നബിയാണ് എന്ന റിസാലത്തിന്റെ സാക്ഷിത്വ പട്ടികയിൽ പടച്ചറബാരെയാ ചേർത്തത്. ആലിമീങ്ങളെ, പടച്ചറബിനോടൊപ്പം ആലിമീങ്ങളെ. അവർ റിസാലത്തിന്റെ സാക്ഷിയും ആലിമീങ്ങളാണ്, തൗഹീദിന്റെ സാക്ഷിയും ആലിമീങ്ങളാണ്. രണ്ടും ഉലമാക്കളാണ് എങ്കിൽ ഈ ഇൽമാണ് ശരിക്ക് ജനസമൂഹത്തിന് വേണ്ടത് എന്ന് തൗഹീദ് റിസാലത്തിന്റെ വക്താക്കളായ നമ്മൾ തിരിച്ചറിയുകയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. ആ ഇൽമ ഒരു മനുഷ്യന് നൽകുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ. ലൗലൽ ഉലമാഉ ലസാറൻ നാസു മിഥലൽ ബഹായിം എന്നാണ്. ആലിമീങ്ങൾ അഥവാ അറിവുള്ള ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലസാറൻ നാസു, ജനങ്ങളൊക്കെ ആയിപ്പോകും മിഥലൽ ബഹായിം, മൃഗങ്ങളെ പോലെ. എല്ലാവരും മൃഗതുല്യരായി തീരും. കാരണം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വേർതിരിവ് പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് മഹത്തുക്കൾ അതേക്കുറിച്ച് പറഞ്ഞ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദ്ധരണിയാണ്. മഹാനവറുകൾ പറയുന്നു, ലിഅന്നഹും യഖ്റുജൂന അന്നാസ മിൻ ഹദ്ദിൽ ബഹീമതി ഇലാ ഹദ്ദിൽ ഇൻസാനിയ. ഈ പണ്ഡിതന്മാരാണ് ശരിക്കും മൃഗീയതയുടെ പരിധിയിൽ നിന്നും അവനെ ശരിക്കും ആത്മീയതയുടെ, മനുഷ്യത്വത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യന് ശരിക്കും ആത്മീയത പഠിപ്പിച്ചുകൊണ്ട് അവനെ നേർവഴിക്ക് നടത്തുന്ന പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൽമ് സമൂഹത്തിന് പകർന്നു കൊടുക്കൽ നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. ആ കടമ ശരിക്കും നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഈ ഇൽമ പകരുന്നതിനും അതുപോലെ തന്നെ ഈ ഇൽമ പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ലോകത്ത് ഒരുപാട് ത്യാഗം സഹിച്ച സമൂഹമാണ് നമ്മൾ. നമ്മളെപ്പോലെ വിജ്ഞാനം ലോകത്ത് പ്രസരിപ്പിച്ച ഒരു സമൂഹം വേറെ ഉണ്ടായിട്ടില്ല. കോട്ടവ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം പഠിച്ചു നോക്കുന്ന കുർത്തുബ പള്ളിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിഹ്നം കരത്തിൽ മുഴങ്ങല ഘട്ടം കുറിച്ചൊന്ന് പഠിക്കൂ. അവര് രണ്ട് വിദ്യാഭ്യാസം ഒരുപോലെ കയ്യിലിട്ട് അമ്മാനമാടിയിരുന്നവരല്ലേ. മതവിദ്യയും പഠിച്ചിരുന്നു, ഭൗതിക വിദ്യയും അവർ പഠിച്ചിരുന്നു. രണ്ടും രണ്ടാക്കിയിട്ടല്ലല്ലോ അവർ കൈകാര്യം ചെയ്തത്. സത്യത്തിൽ വിദ്യ രണ്ടുണ്ടെങ്കിലും അവർ രണ്ട് വിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടു നടന്നുകൊണ്ട് ശർഈയായ ഇൽമും അതുപോലെ തന്നെ മതപരമായ ഇൽമും ഒരുപോലെ അവർ കൊണ്ടു നടന്നു. രണ്ടും ഒരുമിച്ചൊരു മനുഷ്യന് നേടാൻ കഴിഞ്ഞാൽ ഇത്ര വലിയ പുണ്യം വേറെ വല്ലതുണ്ടോ? മാ അക്സനദ്ദീനു വദ്ദുന്യാ ഇദജ്തമഅ ലാ ബാറകല്ലാഹു ഫിദ്ദുന്യാ ബിലാ ദീനി. മാ അക്സനദ്ദീനു വദ്ദുന്യാ ഇദജ്തമഅ. മതവിദ്യയും ഭൗതിക വിദ്യയും രണ്ടും ഒരുമിച്ച് കൂടിയാൽ എന്തൊരു മനോഹരമാണ് സംഗതി. എന്താണ് പറഞ്ഞ വാക്ക്? മാ അക്സനദ്ദീനു വദ്ദുന്യാ ഇദജ്തമഅ ലാ ബാറകല്ലാഹു ഫിദ്ദുന്യാ ബിലാ ദീനി. ലാ ബാറകല്ലാഹ്, പടച്ചറബ് ബർക്കത്തും ചെയ്യൂല. ദുനിയാവിൽ പടച്ചറബ് ബർക്കത്തും ചെയ്യൂല ബിലാ ദീനി, മതമില്ലാതെ. മതമുണ്ടെങ്കിൽ ദുനിയാവിൽ ബർക്കത്തുണ്ട്, മതമില്ലെങ്കിൽ ദുനിയാവിൽ ഒരു ബർക്കത്തുമില്ല കൂട്ടരെ. എത്ര കെട്ടിപ്പൊക്കിയിട്ട് എന്താ പോകുമെന്താ കൊണ്ടുപോകാൻ പറ്റുക? രണ്ട് വിദ്യാഭ്യാസം ഒരുമിച്ച് സമൂഹം നുകരണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പ്രാർത്ഥിക്കേണ്ടവർ. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ. ഖുർആന്റെ ചോദ്യമാണത്. എന്തുകൊണ്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ അടുത്ത് പോയിരിക്കുന്നില്ല? ലിയതഫഖഹു ഫിദ്ദീൻ, മതത്തിൽ ജ്ഞാനം നേടാൻ വേണ്ടി. മതത്തിൽ ജ്ഞാനം നേടിയാൽ പോരാ, ഇൽമ പഠിച്ച് കടന്നുറങ്ങിയാൽ പോരാ. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ. മടങ്ങി വന്നിട്ട് തന്റെ ജനസമൂഹത്തിന് ശരിക്കത് പഠിപ്പിച്ചു കൊടുക്കണം. യുദ്ധത്തിനൊരു കൂട്ടരെ പോകട്ടെ. ഇസ്ലാമിലെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സമരമുറക്ക് ഈ സമൂഹം പരിശീലിപ്പിക്കപ്പെടുമ്പോൾ, എല്ലാവരും സമരത്തിന് പോയി ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിന്റെ സംരക്ഷണം പടക്കളത്തിൽ പടപൊരുതിക്കൊണ്ട് ശത്രുവിനോട് ഏറ്റുമുട്ടി വിജയം വരിച്ച് തിരിച്ചുവരൽ മാത്രമല്ല, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജ്ഞാനം കാത്തുസൂക്ഷിക്കുന്നതും ഇസ്ലാമിന്റെ കാത്തുസൂക്ഷിപ്പാണ്. ആ കരുതിവെപ്പിന് വേണ്ടി കുറച്ചാളുകൾ ഇരിക്കട്ടെ. അതുകൊണ്ട് ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖ, ഓരോ ഗ്രൂപ്പിൽ നിന്നും കുറച്ച് ആളുകൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരായി ഉണ്ടാകണമെന്നല്ലേ പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. യുദ്ധത്തിന് പോകുമ്പോൾ പോലും പറഞ്ഞു മുഴുവൻ ആളുകളും ഒരുമിച്ച് പോകണ്ട, അവരിൽ നിന്ന് ഒരു കൂട്ടര് മാറി നിന്നുകൊണ്ട് ശർഈയായ ഇൽമ പഠിക്കുക തന്നെ വേണം. എന്തിനാണത്? അതിലൂടെ മാത്രമേ മനുഷ്യന് നന്മ പകരാൻ കഴിയൂ. ആ നന്മയിലൂടെ മാത്രമേ മനുഷ്യനെ നിർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ആലിമീങ്ങൾ എന്ന് പറയുന്ന ഇൽമുള്ള ആളുകളാണ് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത്. അതുകൊണ്ടല്ലേ വലിയ വലിയ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചത്. അവരാണ് ജനങ്ങളെ ധർമ്മത്തിലേക്ക് നയിക്കുന്നതെന്നും അവരില്ലെങ്കിൽ സമൂഹം മൃഗങ്ങളെ പോലെയായി പോകുമെന്നൊക്കെ. മാത്രമല്ല അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആലിമീങ്ങളാണ് ശരിക്ക് ഈ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവർ. ഇൽമുള്ളവരാണ് ഈ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവർ. മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. മുഹമ്മദീയ ഉമ്മത്തിന്റെ ഉമ്മമാരെക്കാളും ഉപ്പമാരെക്കാളും ഒക്കെ കാരുണ്യം കാണിക്കുന്നതാരാ? നമ്മുടെ ആലിമീങ്ങൾ. നമ്മുടെ മാതാപിതാക്കൾ പോലും നമുക്ക് അത്ര കരുണ ചെയ്യുന്നില്ല. മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം എന്നാണ് പദം. അപ്പൊ നമ്മുടെ ബാപ്പ നമുക്ക് കരുണ നൽകുന്നില്ലേ? ഉമ്മ നമുക്ക് കരുണ നൽകുന്നില്ലേ? എന്നാൽ
അങ്ങനെയല്ല, മറിച്ച് ഈ മാതാപിതാക്കളെക്കാൾ നമുക്ക് സ്നേഹം തരുന്നത് പണ്ഡിതന്മാരാണെന്ന് പറയാൻ കാരണം, മാതാവും പിതാവും ഭൂമുഖത്ത് വെച്ച് നമ്മളെ ശരിക്ക് ഈ നരകത്തിന്റെ തീയിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പറയുന്നത് പോലെ ദുന്യാവിലെ അഗ്നിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളാണ്. ശരിക്കും അവർ നമ്മളെ സംരക്ഷിക്കും ദുന്യാവിലെ അഗ്നിയിൽ നിന്ന്. എന്നാൽ നമ്മളെ പരലോകത്തെ അഗ്നിയിൽ നിന്നും ആരാ സംരക്ഷിക്കുന്നത്? ആരാ നമ്മളെ സംരക്ഷിക്കുക പരലോകത്തെ അഗ്നിയിൽ നിന്ന്? അവിടെ ഉമ്മാക്ക് കഴിയുമോ, ഉപ്പാക്ക് കഴിയുമോ, അതോ ഗുരുവിന് കഴിയുമോ? അതുകൊണ്ടാണ് മാതാപിതാക്കൾ സംരക്ഷിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കൾ നമുക്ക് ഗുണം ചെയ്തു തരുന്നതിനേക്കാൾ നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പരലോക ബോധമുണ്ടാക്കി പടച്ചറപ്പിന്റെ തീയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആലിമീങ്ങൾക്കാണ് നമ്മളോട് അതിനേക്കാൾ കൂടുതൽ കരുണ കാണിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇൽമുള്ള ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തരാൻ പറ്റും. ആ കുഞ്ഞിന്റെ പ്രാർത്ഥന നമുക്ക് പരലോകത്ത് ഉപകരിക്കും. ഈ ഇൽമിന് വേണ്ടി ഈ സമൂഹം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദ ഷരീഫിൽ പോലും ഒരു റൗദ ഉണ്ടായത് എങ്ങനെയാ? എന്താ റൗദയുടെ മാനദണ്ഡം? പരിശുദ്ധ മക്കത്തൊരു റൗദയില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ഖുതുബ ഓതുന്ന മിമ്പർ, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അഥവാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ വീട്, മാ ബൈന ഖബരി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന പദപ്രയോഗത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചത്? ആ റൗദ ഇൽമു പഠിപ്പിച്ച കേന്ദ്രമാണ്, ഇൽമിന്റെ തട്ടകമാണ്. അവിടെ നബി തങ്ങൾ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടും നിർദ്ദേശിച്ചുകൊണ്ടും നേരിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടും ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്. അതിനുവേണ്ടി മദീന പള്ളിയിൽ ഒരു ഭാഗം നബി തങ്ങൾ ചെലവഴിച്ചു. മിമ്പറിൽ കയറിക്കൊണ്ട് മിഹ്റാബിൽ നിന്നുകൊണ്ട് അവിടെ ഇരുന്ന് ദർസ് നടത്തിക്കൊണ്ട് തന്റെ വീട്ടിൽ നിന്നിറങ്ങി വന്നുകൊണ്ട് സമൂഹത്തോട് സംവദിച്ചിരുന്ന ആ പ്രത്യേക സ്ഥലം, ആ സ്ഥലത്തിന് റൗദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയ പദവി നൽകിക്കൊണ്ട് ഇൽമിന്റെ പ്രസരണം നടക്കുന്ന ഒരു പ്രദേശത്തിന് അങ്ങനെ പേരിട്ടു. സ്വർഗമാണത്, സ്വർഗത്തിന്റെ ഒരു കഷ്ടമാണത്. അവിടെ ചെന്ന് ദുആ ചെയ്താൽ പടച്ചറബ് ഉത്തരം ചെയ്യുന്ന ദുആ ഇതിനെ സ്വീകരിക്കും. അത്രമാത്രം മനോഹരമായ ഒരു സ്ഥാനം ആ പുണ്യപ്പെട്ട സ്ഥലത്തിന് കിട്ടിയത് ഇൽമിന്റെ മഹത്വമാണ്. ഈ ഇൽമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ മഹത്തുക്കളുണ്ടല്ലോ. ഒരൊറ്റ സംഭവം നോക്കൂ നിങ്ങൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇൽമിന് കൽപ്പിക്കുന്ന പ്രാധാന്യത. അസർ നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന രംഗം താരീഖിന്റെ കിതാബിലില്ലേ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? അസർ നമസ്കരിച്ച ശേഷം ഒരു മനുഷ്യൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ വരുന്ന മനുഷ്യൻ മഗ്രിബോട് കൂടി മരണപ്പെട്ടു പോകും. അയാളുടെ ജീവിതം മഗ്രിബ് വരെ മാത്രമേ ഉള്ളൂ. മഗ്രിബ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അസർ കഴിഞ്ഞിട്ടാ വരുന്നത്. ജീവിതത്തിന്റെ ദൈർഘ്യം നമുക്ക് അളക്കാവുന്നതല്ലേ ഉള്ളൂ, കേവലം വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ. ആ മനുഷ്യൻ വന്നുകൊണ്ട് ഈ സംഭവം അയാൾ അറിയുന്നില്ല. തന്റെ അജലത്തിരിക്കുന്നു എന്ന വിവരം അയാൾക്കറിയില്ല. താൻ മരിക്കാൻ പോകുന്നു എന്ന വിവരം അയാൾക്കറിയില്ല. അയാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഹൈറായ ഒരു അമൽ പറഞ്ഞു തരണം, ഹൈറായ ഒരു അമൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ഇസ്തഖിൽ ബിൽ ഇൽം, നീ ഇൽമു കൊണ്ട് ശുഗലാകണം. ആ മനുഷ്യന് കുറഞ്ഞ ജീവിതമേ ഉള്ളൂ എന്ന് നബി തങ്ങൾക്ക് അറിയാമല്ലോ. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ റൂഹ് പിടിക്കപ്പെടുമെന്ന് നബി തങ്ങൾക്ക് ബോധനമുണ്ടല്ലോ. എന്നിട്ട് പോലും അസർ കഴിഞ്ഞു വരുന്നൊരു മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞ വാക്ക്, പരിമിത ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്തഖിൽ ബിൽ ഇൽം, നീ ഇൽമു കൊണ്ട് ശുഗലാകണം, നീ ഇൽമു നേടാൻ പരിശ്രമിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാ? ഇൽമു പഠിക്കാനൊരു മുതഅല്ലിമ തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോ അവൻ ആ ഇൽമിന്റെ തൊലബിലായി മരണപ്പെട്ടു പോയാൽ അവനും നബിമാരും തമ്മിൽ ദറജത്തുൻ നബുവയില്ലാത്ത മറ്റൊരു പദവിയുമില്ലാത്ത വിധം, ആ പ്രവാചകത്വ പദവിയല്ലാത്ത മറ്റെല്ലാം അവൻ പ്രവാചകർക്ക് തുല്യമെന്നോണം സ്വർഗത്തിൽ ഔന്നത്യമായ പദവി നേടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഇൽമിന്റെ പ്രത്യേകത. ഇൽമിനെ ഏറെ സ്നേഹിച്ച മഹത്തുക്കളല്ലേ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പ്രസരണം തന്നെ ഇൽമാണ്. അതിവിടെ പ്രസരിപ്പിച്ചത് മുഴുവൻ ജ്ഞാനമാണ്. മഖദൂമിയങ്ങൾ ഇവിടെ കെട്ടിപ്പടുത്ത ദീനിയായ വിജ്ഞാനത്തിന്റെ ശൃംഖല, മഖദൂമിന്റെ വടക്കത്തുനിന്ന് കത്തിച്ചെടുത്ത തീപന്ധമാണ് നമ്മുടെ കയ്യിലൊക്കെയുള്ള ഇൽമ്. കേരളത്തിലേക്ക് കടന്നു വന്ന മഹത്തുക്കളായ മഖദൂം പണ്ഡിതന്മാർ മഅബറിലൂടെ കടന്നു വന്ന മഅബരികൾ കടത്തി എന്ന് പറയുന്ന മഅബർ എന്ന പേരുള്ള തമിഴ്നാട്ടിലെ കോറമാണ്ടൽ തീരം, അതിലൂടെ കടന്നു വന്ന മഹാന്മാരായ ഈ പണ്ഡിത ശൃംഖല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കിതാബുകൾ ദർസ് നടത്തി സമൂഹത്തിന് ഇൽമു പകർന്നു കൊടുത്തു. അവരെ മുതഅല്ലിമീങ്ങളെ സൃഷ്ടിച്ചു. ഒന്നാമത്തെ മഖദൂം വിദേശത്ത് പോയി ഇൽമു പഠിച്ചു വന്ന് ദർസ് നടത്തി. രണ്ടാമത്തെ മഖദൂമും വിദേശത്ത് പോയി പഠിച്ചു വന്ന ഇൽമു ഈ സമൂഹത്തിന് കൊടുത്തു. അവരിലൂടെ പ്രചരിച്ച ഒരു വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശമുണ്ട് ഇവിടെ. ആ സന്ദേശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രചരിപ്പിച്ചത്. എന്താ സമസ്ത ചെയ്തത്? എന്തിനാ സമസ്ത വന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരാനുണ്ടായ മുഖ്യ കാരണം,
സമത്വ കേരള ജംഇയ്യത്തുലമയുടെ സാന്നിധ്യത്തിന്റെ മുഖ്യ കാരണം അന്ന് വരെ മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം കൊണ്ട് നടന്നിരുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ മഖ്ദൂമിന്റെ ജീവിത കാലഘട്ടം ചരിത്രത്തിൽ കുറിച്ചിടപ്പെട്ടിട്ടുണ്ട്. ഹിജ്റ 991. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ജീവിതക്രമം ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. രണ്ടാമത്തെ മഖ്ദൂം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതിന്റെ ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും അഭിപ്രായാന്തരം ഉണ്ടായതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു 300 കൊല്ലത്തെ ചരിത്രം, കേരളീയ ചരിത്രം പഠിക്കട്ടെ. 300 കൊല്ലത്തെ ചരിത്രം പഠിക്കട്ടെ. 1921 പിറവിയെടുക്കുന്നത് എപ്പോഴാ? രണ്ടാം മഖ്ദൂം മരിച്ചുപോയി 3.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. 3.5 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 350 കൊല്ലം. ആ 350 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രരേഖയുണ്ടോ? അവരല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുണ്യമാസമാകുന്ന റബീഉൽ അവ്വൽ വരുമ്പോ മൗലിദ് ഓതി. അവരതിനെതിരാ തെളിവ് കണ്ടുപിടിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ തന്നെ നേരിട്ട് തന്റെ മുമ്പിൽ വന്നുകൊണ്ട് മൗലിദ് ഓതി ആളുകളോട് നിഷേധ സമീപനം സ്വീകരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നേരെ മുഖാമുഖം നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക് താരീഖിന്റെ കിതാബിലില്ലേ? നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ശക്കാലഹു മിൻ അംദിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. എത്ര മനോഹരമാണ്. ഒരു വർഷം ജീവിച്ചിരിക്കുമ്പോൾ മുഖത്ത് നോക്കി ഒരു കവി പാടുകയാണ്, ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഹസ്സാനെ നിർത്തണം, ഈ പണി ശരിയല്ല എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബി തങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് പ്രത്യേകം ഒരു പ്രാർത്ഥന നടത്തി, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസി, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇദ്ദേഹത്തെ നീ പരിപോഷിപ്പിക്കണേ പടച്ച തമ്പുരാനെ. അതൊരു പരിപോഷണമാണ്. അദ്ദേഹത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പ്രവർത്തനം മദീനത്തെ പള്ളിയിൽ ഒരു പീഠം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നിട്ട് പാടാൻ കൽപ്പിച്ചു. ഈ 2 സംഭവങ്ങളും നിങ്ങളൊന്ന് പരിധി നോക്കൂ. ഈ 2 സംഭവത്തിലൂടെയും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പാഠം എന്താ? മറ്റൊന്നുമല്ല, ഈ 2 സംഭവത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഒരു വെറുപ്പെങ്കിലും പ്രകടിപ്പിക്കും. ഏറ്റവും ചുരുങ്ങുന്ന മൗനമായിട്ടെങ്കിലും നോക്കും. അങ്ങനെ ചെയ്തില്ലല്ലോ. സമാനമായൊരു സംഭവം തന്നെയല്ലേ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. കഅബ് റളിയല്ലാഹു തആല, ഞാൻ പറഞ്ഞു വരുന്നത് സമത്വം എന്തിനുണ്ടായി, എന്തിനിങ്ങനെ വേറിട്ട് സംഘടിച്ചു, നമുക്ക് ഒന്നിച്ചു നിന്നാൽ മതിയായ എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ചരിത്രം പഠിക്കണം നമ്മൾ. നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാകും, നമുക്ക് എന്തിനാ ഇങ്ങനെ ഭിന്ന സംഘടനകൾ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോയാൽ പോലെ മതിയല്ലോ. സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളെ വേറിട്ട് പ്രാന്തവൽക്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. മഖ്ദൂമി പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും കൊണ്ടുവന്ന ദീൻ അപ്പടി മുറുകെ പിടിച്ച് പോകുന്നൊരു തലമുറ ഇവിടെ ഉണ്ടായാൽ, ആ തലമുറക്കിടയിൽ വന്നുകൊണ്ട് നബിദിനം ആഘോഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഏത് മാനദണ്ഡത്തില? പൂർവ്വകാലത്ത് നബിദിനമുണ്ടോ എന്ന് ചോദിച്ചു മദ്ഹ് പാടലല്ലേ നബിദിനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുഖത്ത് നോക്കി പാടാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ നബി തങ്ങൾ പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ചു, പീഠം കൊടുത്തിരുത്തി പാടിച്ചു. എന്നാൽ ഇതിനപ്പുറം എന്താ? കഅബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിനെതിരെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് ഒരുപാട് ദ്രോഹം ചെയ്തവനാണ്. മക്ക ഫത്ഹായ സന്ദർഭത്തിൽ നബി തങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രഖ്യാപനം നടത്തി, ആരോടും എന്ന പ്രതികാരം ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഏതാനും ആളുകൾ കടുത്ത ദ്രോഹികളായ പട്ടികയിൽപ്പെട്ടപ്പോൾ അവർക്കെതിരെ നബി തങ്ങൾ അവരെ വിചാരണ ചെയ്യാൻ പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിൽ പെട്ടുപോയ കഅബ് പേടിച്ചുകൊണ്ട് ഒളിച്ചോടിയ ശേഷം ഇസ്ലാം പ്രതികാരം ചെയ്യുമെന്ന ഭയത്താൽ അങ്ങോട്ട് വന്നില്ല. പക്ഷേ നബി തങ്ങൾ ആരോടും പ്രതികാരം ചെയ്തില്ല, ഒരു മനുഷ്യനോടും പ്രതികാരം ചെയ്തില്ല. എല്ലാവരോടും നബി തങ്ങൾ കാണിച്ച മഹാമനസ്കത അറഫാ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞ പോലെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ കഹുർമതി ശഹരിക്കും ഹാദാ കഹുർമതി ബലദിക്കും ഹാദാ. ആ മനോഹരമായ പ്രഖ്യാപനം പോലെ തന്നെ നബി തങ്ങൾ ആരുടെയും രക്തത്തെ, ആരുടെയും അഭിമാനത്തെ, ആരുടെയും അന്തസ്സിനെ ചോദ്യം ചെയ്യാതെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ആ പ്രഖ്യാപനം ലോകത്തെ വലിയ ചിന്തകന്മാരെ പോലും ചിന്തിപ്പിച്ചു. അതുകൊണ്ടല്ലേ കേരളത്തിലെ വലിയ മലയാള കവിയായ കെ ജി രാഘവൻ നായർ പോലും പച്ച മലയാളത്തിൽ പറഞ്ഞത്, അത് ശരിക്കും ഭാഷാന്തരപ്പെടുത്തിയിട്ട് അയാളെ മനസ്സിൽ തട്ടിയതുകൊണ്ടല്ലേ, ഈ മാസം ഈ ദിനം പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ എന്ന പോലെ എന്റെ സ്വാഭിമാനം, സമ്പത്ത്, ജീവൻ ഇത്യാദിയെല്ലാം സംരക്ഷിച്ചിടുവാൻ നിങ്ങളെല്ലാം ബാധ്യസ്ഥരാണെന്നറിഞ്ഞിടേണം. ഒരു ഹിന്ദുവായ മനുഷ്യനാണ് അറഫാ പ്രസംഗം മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറയുന്നത്, അതും മലയാള ഭാഷയുടെ മനോഹാരിതയിൽ. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്നേഹവും വൈരമില്ലായ്മയും ഒക്കെ. ഇത് നബി തങ്ങൾ പ്രകടമാക്കി. അങ്ങനെ നബി തങ്ങൾ മദീനയിൽ നിന്ന് കടന്നു വന്ന് മക്കയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ ഒരാളെയും വേദനിപ്പിക്കുന്നില്ല എന്ന വിവരം കിട്ടിയപ്പോൾ കഅബിനും ഒരാഗ്രഹം, മാപ്പ് കിട്ടുമോ? തന്റെ അനുജനെ പറഞ്ഞയച്ചു നോക്കി. അനുജൻ വന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു മാപ്പ് കൊടുക്കും. മാപ്പുമെന്ന് കേട്ടപ്പോൾ സന്തോഷാധിക്യത്താൽ നബി തങ്ങളെ ഒരു പ്രേമഭാചനത്തിന്റെ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ബാനത്ത് സുആദ് എന്നൊരു കവിത എഴുതി.
ആ കവിത എഴുതിയിട്ട് നബിത്തങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് മനോഹരമായി ആലപിച്ചു. ഉദ്ദേശം നബിത്തങ്ങളെ പുകഴ്ത്തൽ മാത്രം, വേറൊന്നുമില്ല. വെറും മദഹ്. ആ മദഹ് പുകഴ്ത്തിക്കൊണ്ട് നബിത്തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മനോഹരമായിട്ട് പാടിയാണ് എന്തൊക്കെ പാടി? ഉംബിഅതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽഅത്ഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. എന്നിട്ട് നബിത്തങ്ങൾ എന്താ ചെയ്തത്? കഅബയെ നീ നിർത്തി, ഈ പ്രവർത്തനം ശരിയല്ല, എന്റെ മദഹ് അങ്ങനെ പാടരുത് എന്ന് പറയുന്നതിന് പകരം തന്റെ തോളത്ത് കിടന്നിരുന്ന പച്ചപ്പട്ടെടുത്തുകൊണ്ട് ശരിക്ക് പുതപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് യോഗങ്ങളിലൊക്കെ ഷാൾ അണിയിക്കുന്നത് പോലെ അണിയിച്ചിട്ട് മനോഹരമായി അംഗീകാരം കൊടുത്തു കഅബ റളിയല്ലാഹു തആല അൻഹുവിനെ. അപ്പോൾ നബിത്തങ്ങൾ മദഹ് മുഖത്ത് നോക്കി പാടിയപ്പോൾ എതിർത്തില്ല. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? അത് നബിത്തങ്ങളെ പുകഴ്ത്തും തോറും മനുഷ്യ സമൂഹത്തിന് ഗുണം കിട്ടുമെന്നതിന്റെ തെളിവാണ്. ഈ ജനസമൂഹത്തിന് ലഭ്യമാകുന്ന നശിപ്പിക്കരുത് എന്നാണ് നബിത്തങ്ങൾ തീരുമാനിച്ചത്. അതാ ശരിക്കും നമ്മളവിടെ കണ്ടതും നമ്മൾ കേട്ടതും. ഇത് പറയുമ്പോൾ ചില ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു, മദഹിന്റെ ഗാനങ്ങൾ ആലപിക്കുന്നതിലല്ല കുഴപ്പം, മറിച്ചോ അള്ളാഹുവിന്റെ തിരുദൂതരോട് നേരിട്ട് എന്തെങ്കിലും ചോദിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? നബിത്തങ്ങളോട് നേരിട്ട് അങ്ങനെ സഹായാർത്ഥന നടത്താമോ? അള്ളാഹുവിലേക്ക് വസീല തേടിക്കൊണ്ട് നബിത്തങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞാൽ കുഴപ്പമുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതുപോലെ ചോദിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്റെ മക്കൾ അത് സഹിച്ചുകൊണ്ട് കടന്നുപോയ കാലഘട്ടത്തെ കുറിച്ച് എന്ത് പറയുന്നു? തെറ്റാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? സവാദ് ഇബ്നു കാരിബ് എന്ന മനുഷ്യൻ നേരിട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അയാൾ നേരെ പറഞ്ഞ വാചകമാണ്. ആദ്യം നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് 2 വരികൾ പാടി. എന്നിട്ട് അയാൾ തന്നെ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചു. ഫകുല്ലി ഷഫീഅൻ യൗമ ലഅദു ഷഫാഅതി സിവാകാ ബിമുഗ്നിൻ അൻ സവാദ് ഇബ്നു ഖാരിബി. അയാൾ നേരെ പറഞ്ഞതാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകമാണത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഈ സവാദ് ഇബ്നു ഖാരിബിന് ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഷാഫി ആകണം, എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന്. ഇതുപോലെ നബി തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞപ്പോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞ സ്വഹാബിയോട് അങ്ങനെ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞോ? മദീനത്തെ പള്ളിയിൽ ഇപ്പോഴും പോയി നോക്ക് നിങ്ങൾ. പരിശുദ്ധ മദീനയുടെ പുറത്ത് നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ ബുസ്റ്റാൾ എന്ന് കിട്ടും. മദീനയുടെ ചരിത്ര പുസ്തകം താരീഖ് മദീന ഇപ്പോഴും അവിടെ വിതരണം ചെയ്യുന്ന പുസ്തകത്തിൽ ഏറ്റവും അടുത്ത് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, മനോഹരമത്ത് ലൂമിനസ് സിറ്റി, ദ ഹിസ്റ്ററി ഓഫ് ദ ലൂമിനസ് സിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ഇംഗ്ലീഷുമുണ്ട്, അതുപോലെ തന്നെ പുറത്ത് അറബിയുണ്ട്. മദീനത്തുൽ മുനവ്വറയുടെ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ മദീനയിലെ ബാബുകളൊക്കെ പരിചയപ്പെടുത്തല് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട്, ബാബു റക്കം 3 എന്ന് പറഞ്ഞിട്ട് ബാബുർ റഹ്മ എന്നൊരു വാതിലിനെ പരിചയപ്പെടുത്തുന്നത് ഫോട്ടോ സഹിതം കൊടുത്തിട്ട് ഇപ്പോഴും അവിടെയുള്ള സലഫികൾ വിൽപ്പന നടത്തുന്ന പുസ്തകമാണ്. നിങ്ങൾ വാങ്ങിയാൽ കാണാം ബാബുർ റഹ്മ. ആ ബാബുർ റഹ്മയുടെ ചരിത്രം അവർ പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. ഒരു വേനൽക്കാലം ഒരു അറാബി ഓടി വന്ന് നബിത്തങ്ങൾ ഖുതുബ ഓതുമ്പോൾ അഭിമുഖമായി നിൽക്കുന്നു. എന്നിട്ട് നേരിട്ട് നബിയോട് ചോദിക്കുന്നു, മുഹമ്മദേ, മഴ വേണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഹലക്കത്തിൽ അംവാൽ വൻഖതഅത്തിസ് സുബുൽ. ഈ ഹദീസ് ശരിക്കും ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഈ അറാബി അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, മഴയോട് മഴ. ആ അറാബി ഒരു മാസക്കാലം, ഒരാഴ്ചക്കാലം പിന്നെ ആകാശത്ത് സൂര്യനെ കണ്ടില്ല എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അയാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, മഴ മതി. അപ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഈ അറാബി വന്നുകൊണ്ട് മഴ ചോദിക്കാൻ നിന്ന സ്ഥലം, ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട വാതിൽ, ആ വാതിലാണ് ബാബുർ റഹ്മാൻ, റഹ്മത്തിറങ്ങിയ വാതിൽ. ഇത് ഇപ്പോഴും അവിടെയുള്ള ആളുകൾ വിൽപ്പന നടത്തുന്നുവെങ്കിൽ ഓർക്കണമെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് നേരിട്ടാണ് പറഞ്ഞത്. ഇനി ഒക്കെ പോകട്ടെ, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതല്ലേ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച പ്രോജ്വല പണ്ഡിത ഗണത്തിൽ ഒന്നല്ലേ മഹാൻ. ആയിരക്കണക്കിന് ഹദീസുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച മഹാൻ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാൻ. ആ മഹാന്റെ ജീവിതം നോക്ക് നിങ്ങൾ. ഒരുപാട് ഹദീസിൽ നിന്ന് ആയിരക്കണക്കിന് മസ്അല സമൂഹത്തിന് പഠിപ്പിച്ചു. എത്രയോ മസ്അലകൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചുകൊണ്ട് മനോഹരമായി ദീൻ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്ത ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുടെ മഹാൻ. ഏറ്റവും കൂടുതൽ അനുയായികൾ ഹനഫി മദ്ഹബിന്റെ അനുയായികളാണ്. അവരാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത്ര വലിയ മദ്ഹബിന്റെ ഷേഖ് മഹാനവറുകൾ നേരെ ചെന്ന് റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് എന്താ ചോദിച്ചത്? ഒരു തട്ടും തടവുമില്ലാതെ നേരെ പറഞ്ഞ വാചകമാണ്, നബിയെ, അങ്ങയുടെ ജൂദ് എനിക്ക് വേണം, ഔദാര്യം വേണം. അനത്വാമി ഉംബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. നേരെ പറയില്ലേ. അങ്ങനെ നേരെ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാം ഇസ്ലാം എന്ന് പുറത്തു പോയോ? അങ്ങനെ വല്ലതും അദ്ദേഹത്തിന് സംഭവിച്ചു. മാത്രമല്ല, പൂർവ്വകാല മഹത്തുക്കളൊക്കെ തവസ്സുൽ ചെയ്ത ചരിത്രം ഇങ്ങനെ എടുത്തുദ്ധരിച്ചുകൊണ്ടല്ല പറയുന്നത്. അന്തല്ലദീ ലമ്മ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ആദം നബി നിങ്ങളെ കൊണ്ടല്ലേ സ്വർഗ്ഗത്തിലെ പഴം പൂജിച്ചപ്പോൾ തവസ്സുൽ ചെയ്തത്?
അങ്ങയുടെ പിതാവ് പോലും അങ്ങയെ കൊണ്ട് തവസ്സുൽ ചെയ്ത അവസരമുണ്ട് നബിയെ. അത് ഓർത്തുകൊണ്ടാണ് ഞാനും അങ്ങയോട് തവസ്സുൽ ചെയ്താൻ വന്നിരിക്കുന്നത്. ആദം നബി തവസ്സുൽ ചെയ്തു. എന്നിട്ട് ഓരോ നബിമാരെ ചരിത്രം എങ്ങനെ ഉദ്ധരിക്കുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട സംഭവം പറയുന്നു. വബിക്കൽ ഖലീലു ദഅ ഫഅദത് നാറുഹു ബർദം വഖദ് ഹമിദത് ബിനൂരി സനാകാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ അങ്ങയെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തു. അങ്ങേ വിളിച്ചുകൊണ്ട് പടച്ചറബിനോട് തേടിയപ്പെടല്ലേ ആ രക്ഷപ്പെട്ടത്? അയ്യൂബ് നബിയുടെ ദുരിതം മാറിയതപ്പെടല്ലേ? ഓരോ നബിമാരെ ചരിത്രം ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞാൽ ആ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുമോ? അയ്യൂബ് നബിയുടെ ദുരിതം മാറിയത് അങ്ങേ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോഴാണ്. വകദാക അയ്യൂബു ലിദുർരിൻ മസ്സഹു ഫൗസീല അൻഹു ദുർറുഹീന ദഅകാ ഫൗസീല അൻഹു ദുർറുഹീന ദഅകാ. എന്താണ് വാചകം? വിശദീകരിക്കേണ്ട ആവശ്യവുമില്ലാത്ത വിധം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്ര മനോഹരമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദയുടെ മുമ്പിൽ വന്നിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയാ, ആ പാരമ്പര്യം മുസ്ലിം ഉമ്മത്ത് പുലർത്തുക അത് തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് ഇസ്ലാമിന്റെ പടിക്ക് പുറത്താക്കുക വലിയൊരു ജനവിഭാഗത്തെ എന്തുമാത്രം വലിയ അപകടമാണത്. അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ഈ പറയുന്നത് ശരിയല്ല. മഹാന്മാരെ മക്കബറകൾ സിയാറത്ത് ചെയ്തു എന്നതുകൊണ്ട് ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. അങ്ങനെ സംഭവം പരിശുദ്ധ ദീനിലില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അൽ-കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞിടത്ത് തഫ്സീറിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ആ ഗുഹാമുഖത്ത് ഒരു പള്ളി ഉണ്ടാക്കാം. അങ്ങനെയല്ലേ അവര് പറഞ്ഞത്? അവരെ നമുക്കൊരു പള്ളി ഉണ്ടാക്കാം. പരിശുദ്ധ ഖുർആൻ തന്നെ ഉണ്ടല്ലോ. ആളുകൾ തർക്കിച്ചു, നമുക്കിതിന്റെ സ്മാരകത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം. അൽ-കഹ്ഫിലെ ഗുഹാവാസികളെ കണ്ടെത്തിയ സമയത്ത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ വഖാല അല്ലദീന വലബു അലാ അംരിഹിം. കാര്യബോധമുള്ള ആളുകൾ എന്ന് പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, നമുക്കവിടെ മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കാം. എന്തിനാണ് പള്ളി? ആ പള്ളിയിൽ മുസ്ലിമീങ്ങൾ നിസ്കരിക്കും. മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ എന്തിനാ പള്ളി? തഫ്സീറിന്റെ കിതാബീകരിക്കുന്നു. വയതബറകൂന, അവർ ബർക്കത്തെടുക്കും. ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പള്ളി, അല്ലെങ്കിൽ വേറെ പള്ളി ഉണ്ടായിക്കൂടെ? മഹാന്മാരെ മക്കബറക്ക് സമീപം പള്ളി ഉണ്ടാക്കും, മക്കബറ കെട്ടും, ബർക്കത്തെടുക്കും. ബർക്കത്ത് എന്ന് പറയുന്ന സംഗതി ദീനിലുണ്ട്. ബർക്കത്ത് എന്ന് പറയുന്ന സംഗതി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അംഗീകരിച്ചതാണ്. അത് ചെയ്തു എന്നതിന്റെ പേരിൽ ദീനിൽ നിന്നൊരു സമൂഹത്തെ പുറത്താക്കാൻ ആളുകൾ വന്നില്ലേ? അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ച ഒരു കാര്യം സമൂഹം ഏറ്റെടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അനാചാരങ്ങളൊന്നും ചെയ്യരുത് എന്നല്ലേ ഉള്ളൂ. ഒരു അനാചാരവും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആചാരങ്ങളെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അനാചാരങ്ങളൊന്നും സമത്വം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും അതിന്റെ പേരിൽ സമത്വയെ ആക്ഷേപിക്കുകയും സമത്വക്കെതിരെ മോശപ്പെട്ട പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഈയിടെ രസകരമായ സംഭവം, തിരുവനന്തപുരത്ത് മുസ്ലിം സംഘടനകളുടെ യോഗം നടന്നു. മുസ്ലിം സംഘടനയുടെ യോഗം നടന്നപ്പോൾ ഞാൻ ആക്ഷേപിക്കരുത്. മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ പ്രധാനമായും പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്ന കൂട്ടത്തിൽ നിക്കാഹിന്റെ വിഷയവും ചർച്ചയ്ക്ക് വന്നു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ പങ്കെടുത്തവർ ദൃക്സാക്ഷി വിവരണം നടത്തി. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് അറിയപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ പുരോഗമന പ്രസ്ഥാനത്തിലൊരു നേതാവ്, ആളെ പേര് ഞാൻ പറയുമ്പോൾ അതിൽ സങ്കടമായിരിക്കും. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഈ നിക്കാഹിന്റെ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ ഒരാൾ ചെന്നിട്ട് ഈ നിക്കാഹ് ചൊല്ലിക്കൊടുക്കാൻ ഒരു ഖാദിയുടെ രൂപത്തിൽ നിൽക്കുന്നതാണ് കുഴപ്പം. അതുകൊണ്ടല്ലേ പ്രായം തികയാത്ത നിക്കാഹൊക്കെ നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്, ഖാദിയെ അന്വേഷിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം? ഒരു വലിയ നേരിട്ടങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ വാചകം? ഒരു പുരുഷൻ അതങ്ങ് ഏറ്റു ചൊല്ലിയാൽ പോരെ? പൗരോഹിത്യം ഉണ്ടാക്കിയ ഏർപ്പാടിൽ ചൊല്ലിക്കൊടുക്കൽ അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞപ്പോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടെ 1-2 മന്ത്രിമാരുണ്ടായിരുന്നു. ആ മന്ത്രിമാരിങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരൊക്കെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കാറുണ്ട്, ഇവർക്ക് ചൊല്ലാൻ അറിയാത്തത് കൊണ്ടല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന്റെ കാരണം അതൊരു ചടങ്ങാണ്. ആ ചടങ്ങിന്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. ചിലപ്പോൾ ഖാദി തന്നെ ചെയ്തു കൊടുക്കേണ്ട ഘട്ടം വരും. ആ ഘട്ടത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി വിശദീകരിച്ചുകൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ സദസ്സ് അത്ഭുതപ്പെട്ടു പോയി. ചെറുശ്ശേരി ഉസ്താദിന്റെ ആ സാന്ദർഭികമായ അവതരണത്തെ വളരെയധികം അത്ഭുതത്തോടുകൂടി മന്ത്രിമാര് പോലും പുകഴ്ത്തി എന്ന് പറയുമ്പോ അവകാശപ്പെട്ട ആൾക്കാരുണ്ടാവും. പറയാ മഴ പെയ്തോട്ടെ, കാരണം ഈ സമയത്ത് ഒരു മഴ ലഭ്യമാകുന്ന അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതിനെതിരെ ഒരു മനസ്സിൽ പോലും ഒന്നും തോന്നാൻ പാടില്ല. അങ്ങനെയാണ് കാലം നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും കാലത്തെ പഴിക്കാൻ കാലത്തെ നമ്മൾ പഴിക്കാൻ പോലും പാടില്ല എന്നാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാലാവസ്ഥ കൂടി ഈ അവസ്ഥയിലായ സ്ഥിതിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നേരായ വിശ്വാസം സമൂഹത്തിൽ നിലനിർത്തുവാൻ ആവശ്യമായ സകല പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ നിർവഹിച്ചു.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം. നേരായ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴ്ഘടകമായ നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരങ്ങൾ എന്ത് സേവനമാണ് ഇവിടെ ചെയ്യുന്നതെന്നും ആ സേവന സജ്ജമായ പടേടിയുടെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണെന്നും വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരും അതുപോലെ തന്നെ എംഎയും ഇവിടെ വിശദീകരിച്ചത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംഘടനാപരമായി ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതിനൊക്കെ നമുക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ മാതൃപ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുലമയെ തിരിച്ചറിയുകയും അതിന്റെ സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായ ഏതൊരു വ്യക്തിയുടെയും കടമ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ നിർധാര സമൂഹത്തിൽ ഇவ்விധമുള്ള ഒരു പ്രവർത്തനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ, ഈ മതജ്ഞാനം മാനവ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം മുടക്കുന്ന ഈ മുഅല്ലിമീങ്ങളുടെ സേവനമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥാവിശേഷം എന്തായി പോകുമായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടുത്തെ മുഅല്ലിമീങ്ങൾക്ക്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജമിയത്തുൽ മുഅല്ലിമീന്റെ വാർഷികം ചേളാലിൽ വെച്ച് നടക്കുമ്പോ, ജമിയത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം ചേളാലിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോ 93-ലാണ് എന്നെ ഓർമ്മ. അന്ന് ആ സമ്മേളനമോടെ അരങ്ങേറുന്ന അതേ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിവാദം പത്രത്തിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ദിവസമാണ്. കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ആൻസർ പേപ്പർ പശു തിന്നുന്ന പടം കേരളത്തിലെ ഒരു പ്രമുഖ മലയാള പത്രത്തിൽ 1-ാം പേജിൽ വന്നു. ഞാനിപ്പോഴും ആ പടം ഓർക്കുന്നു. ആ സന്ദർഭത്തിലാണ് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തിലെ ഒരു വിദ്യാഭ്യാസ സെഷൻ ആരംഭിക്കുന്നത്. ആ സെഷനിൽ അന്നത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നു. ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ പത്രത്തിലെ 1-ാം പേജിലെ ഫോട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു ആൻസർ പേപ്പർ കോഴിക്കോട്ടെ ടൗണിൽ മാർക്കറ്റിൽ പശു തിന്നുന്ന ഫോട്ടോയാണ്. അതിന്റെ സീല് സഹിതം ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പത്രത്തിൽ കൊടുത്തിരിക്കും. അന്ന് മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നത്. ഞാൻ ആ പ്രസംഗം ഇരുന്ന് കേട്ടവനാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെളിപ്പാടകലെയാണ്. ചേളാരിയുടെ മൂക്കിന്റെ താഴെയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർക്കാരിന്റെ സംവിധാനത്തിൽ എത്രയോ പണം കൊടുത്തുകൊണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി പരീക്ഷ നടത്തുന്നു, അനുബന്ധ സംവിധാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടും ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടോ? കൃത്യമായി പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം നടത്തി റിസൾട്ട് ഔട്ട് ചെയ്ത് സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ അപ്പോൾ നിർവഹിക്കുന്നതിൽ യൂണിവേഴ്സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർഷങ്ങളായി പരിശുദ്ധ റമദാന്റെ മുമ്പായി പരീക്ഷ നടത്തുന്നു, റമദാനിൽ പൊതുപരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്നു, അതിന്റെ എല്ലാ റിപ്പോർട്ടുകളും സമയം പ്രസിദ്ധീകരിക്കുന്നു. ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചേളാരിൽ പ്രവർത്തിക്കുന്ന ഈ ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകർ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ പോലും നിങ്ങൾ ഏൽപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് തക്ബീറുകൾ മുഴങ്ങി. എന്താണ് അദ്ദേഹം അത് പറയാൻ കാരണം? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രമാത്രം വിശ്വാസമുള്ള ഒരു ബോഡിയായി യാതൊരു തരത്തിലും കളങ്കമില്ലാതെ കറപുരളാതെ സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന്റെ വിദ്യാഭ്യാസ ബോർഡും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ത് ചെയ്തു എന്നാണ് ചോദ്യമെങ്കിൽ കേരളത്തിന്റെ മതഭൂമികയിലേക്കൊന്ന് നോക്കട്ടെ, കേരളത്തിന്റെ മതപ്രബോധന മേഖല ഒന്ന് ശരിക്ക് കാണട്ടെ. നമ്മുടെ ഈ കൊച്ചു കേരള മതപ്രബോധന മേഖലയിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, മുഖ്യധാര സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ബാക്കി മുഴുവൻ ഉപധാരയാണ്. മറ്റു സംഘടനകളില്ലെന്നോ മറ്റു പ്രവർത്തനങ്ങളില്ലെന്നോ ഒരിക്കലും ഞാൻ അതിശയിപ്പിച്ചുകൊണ്ട് അതില്ലാതാക്കുന്നില്ല. അന്ധമായി നമ്മുടെ സംഘടനയെ പുകഴ്ത്തി പറയാൻ മറ്റുള്ളതിനെ നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കേരള സംസ്ഥാനത്ത് 9700 മദ്രസകൾ സമത്വക്കൊപ്പമാണ്. ഒരു 15,000-ൽ കൂടുതൽ മദ്രസകൾ നമ്മുടെ കേരളത്തിലില്ലല്ലോ. ബാക്കിയുള്ള മദ്രസകൾ കൊണ്ട് മുഴുവൻ ആളുകളും പങ്കുവെക്കേണ്ടി വരും. കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന മുഅല്ലിമീങ്ങൾ സമത്വക്കൊപ്പമാണ്. 12 ലക്ഷം മതപഠിതാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുലമക്കൊപ്പമാണ്. എന്തേ ഇതിന്റെ വൈപുല്യം? ജനസമൂഹത്തിന്റെ മനസ്സിൽ ഇതിനോടുള്ള താല്പര്യമാണ് ഇതിന്റെ കാരണം. സാധാരണക്കാരായ ജനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ ആദരവും ബഹുമാനവുമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതെങ്ങനെ കിട്ടി? അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിച്ചാൽ, ഒന്ന്, നമ്മൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹത്വം. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉയർത്തിപ്പിടിച്ച ആദർശം വളരെ പവിത്രമാണ്. സമസ്തയുടെ ഭരണഘടന തന്നെ നിങ്ങൾ നോക്കൂ. 5 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സമസ്തയുടെ ഭരണഘടനയിലുള്ളത്. അതിൽ 5-ാമത്തെ ലക്ഷ്യം തന്നെ എന്താണ്? മുസ്ലിം സമൂഹത്തിലെ അനൈക്യം, അധർമ്മം, അന്ധവിശ്വാസം, അനാചാരം, ഈ 4 കാര്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യല. ഇവിടെ ചില സംഘടനകൾ പിടിച്ചു നിന്നത് തന്നെ അനാചാരം, അതുപോലെ തന്നെ അധർമ്മം എന്നീ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സമസ്തയുടെ ഭരണഘടനയിലെ 4-ാമത്തെ മുഖ്യ ലക്ഷ്യം, 4 മുഖ്യ ലക്ഷ്യങ്ങളാണ് സമസ്തക്കുള്ളത്. അതിൽ 4-ാമത്തെ ലക്ഷ്യം തന്നെ സമസ്തയുടെ ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. മഹോന്നതരായ പണ്ഡിതന്മാർ മുസ്ലിം സമൂഹത്തിലെ അനൈക്യം, അധർമ്മം, അന്ധവിശ്വാസം
അന്ധവിശ്വാസം, അനാചാരം, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യല. ഈ സമൂഹത്തിലെ സകല അന്ധതയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായി ജനസമൂഹത്തിന് ഇൽമു നേടിക്കൊടുക്കുവാൻ മതവിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഈ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും ഇൽമു പകർന്നു കൊടുക്കണം എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർക്കുണ്ടാക്കിയതാരാ? നമ്മുടെ ഉപ്പമാർക്ക് നമ്മളെ കൈപിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി ഇരുത്തണമെന്ന ബോധമുണ്ടാക്കിയതാരാ? സമത്വ കേരള ജംഇയ്യത്ത് നമ്മുടെ ആലിമീങ്ങളാ. നമ്മുടെ പഴയകാല ആലിമീങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. ആ ആലിമീങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ മഹത്വം ഒന്ന് ഉൾക്കൊണ്ട് നോക്കൂ നിങ്ങൾ. ഈ ഇൽമിയായ വളർച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാ പണ്ഡിതർസുകളെ പ്രോത്സാഹിപ്പിച്ചത്? തഹ്കീഖുള്ള പണ്ഡിതന്മാരെ ഈ സമൂഹത്തിൽ തന്നതാരാ? ഈ സമൂഹത്തിൽ ആരാ പണ്ഡിതർസുകളെ പോലെ മദ്രസ പ്രോത്സാഹിപ്പിച്ചത്? ചരിത്രം പഠിച്ചു നോക്കൂ. എന്തുകൊണ്ട് ജനങ്ങൾ സമത്വക്കൊപ്പം നിന്നു എന്നതിന്റെ മറുപടി കിട്ടും. ഇൽമിന്റെ പ്രചരണത്തിൽ സമത്വയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ഒരു ഭൗതിക സംഘത്തിനും അതല്ലെങ്കിൽ ഒരു മതസംഘത്തിനും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്, ഭൗതികമായി പുരോഗതി ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. എല്ലാം അനുവദിച്ചു കൊടുക്കുമ്പോൾ തന്നെ നവോത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാർ തങ്ങളാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ വളരെയധികം സൗമ്യമായി നിങ്ങൾ കേരളത്തിന്റെ മതഭൂമികയിൽ ഒരു പഠന പര്യടനം നടത്തി നോക്ക്. ഒട്ടുമുക്കാൽ മഹല്ലുകളും എന്തുകൊണ്ടേ സമത്വക്കൊപ്പം നിന്നു? അവിടെ പുരോഗതി ഇല്ലാത്തത് കൊണ്ടല്ലോ. നമുക്കിന്ന് 3 സിലബസുകൾ നമ്മുടെ കേരളത്തിൽ മനോഹരമായി നടക്കുന്നുണ്ട്. ഒന്ന് വാഫി സിലബസ്, ഒന്ന് ജാമിയുടെ ജൂനിയർ സിലബസ്, ഒന്ന് ദാറുൽ ഹുദ സിലബസ്. ഈ 3 സിലബസുകളിലൂടെ ഉയർന്നു വരുന്ന കുട്ടികളൊന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ, ഒരു 11.5 വയസ്സ് പ്രായമുള്ള കൊച്ചുകുട്ടിയെ കൊണ്ടുചെന്ന് ചേർത്താൽ ആ കുട്ടി പഠിച്ചു ഉയർന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ച UGC അംഗീകരിച്ച ഒരു ബിരുദം, വിവിധ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥാപനം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുമായി, ഹംദർദ് യൂണിവേഴ്സിറ്റിയുമായി, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് കെയ്റോ യൂണിവേഴ്സിറ്റിയുമായി, ലബനോണിലെ യൂണിവേഴ്സിറ്റിയുമായി, വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അറബിയിലും ഇംഗ്ലീഷിലും അതുപോലെ ഉറുദുവിലും ഭാഷകളിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും അടിസ്ഥാനപരമായ ഉസൂലിലുമൊക്കെ വിവരമുള്ള ഒരു വലിയ പണ്ഡിത ശൃംഖലയെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് സമർപ്പിച്ചു. എന്തിനധികം ഞാൻ തന്നെ പലപ്പോഴും എടുത്തു ധരിക്കാറുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഗവൺമെന്റ് ചെലവിൽ തുഞ്ചൻ പറമ്പിൽ ഭാഷാ ആചാര്യരുടെ നാട്ടിൽ ഒരു മലയാള സർവകലാശാല വന്നു. ആ മലയാള സർവകലാശാല വന്നപ്പോൾ മലയാളം സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ദാറുൽ ഹുദയിൽ പഠിച്ചൊരു ഹുദവിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലും സമത്വയുണ്ടാക്കിയ സ്വയംഭരണ സർവകലാശാല, സർക്കാരിന് നയാ പൈസ തൊട്ട് വാങ്ങാതെ യാതൊരു സഹായവുമില്ലാതെ രേഖയിൽ പോലും ഒരു അംഗീകാരമില്ലാതെ ഈ ഉമ്മത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ദാറുൽ ഹുദ എന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ശൃംഖലയായി വളർന്നു വന്ന കുട്ടികൾ, അതിൽപ്പെട്ട കുട്ടികൾ എത്ര ഉയർന്ന ജോലികളിലേക്ക് പോകുന്നു നോക്കൂ നിങ്ങൾ. പശ്ചിമ ബംഗാളിൽ അതിന്റെ യൂണിറ്റ് വന്നില്ലേ? പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനം ചെയ്യാൻ കേരളത്തിൽ നിന്നും അങ്ങോട്ട് ആളുകളെ കൊണ്ടേ കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലേ? ഏതാണ് പശ്ചിമ ബംഗാൾ? ഏതാണ് നോർത്ത് ഇന്ത്യ? ഇന്ത്യ മഹാരാജ്യത്ത് 1206 കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടം മുതൽ 857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ ഇന്ത്യ മുസൽമാന്റെ കയ്യിലാണ്. അത്ര കാലം ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം നടത്തിയ അധികാര സോപാനത്തിൽ നിന്ന് ഒരു തലമുറ അടിച്ചമർത്തപ്പെടുന്ന ഒരു പ്രദേശമാണത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പോലെ നിങ്ങൾ വായിച്ചില്ലേ? ആ പ്രദേശത്തെ മുസ്ലിമിന്റെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥ. താടി വെച്ച് നടന്നാൽ മതി, എവറി ബിയർഡഡ് മാൻ, ഏത് താടി വെച്ച മനുഷ്യരാണെങ്കിലും ശരി, സച്ചാർ റിപ്പോർട്ടാ, കൺസിഡർ ആസ് എൻ ISI ഏജന്റ്. അവൻ പരിഗണിക്കപ്പെടുന്ന ഒരു ISI ഏജന്റ് ആയിട്ടാണ്. നമുക്ക് മലബാറിലെ ഏത് മേഖലയിലും കേരളത്തിലെ ഏത് മേഖലയിലും താടി വെച്ചോ തലപ്പാവ് വെച്ചോ ഇത് പാതിരാക്കും നടന്നുകൂടെ? ആരെങ്കിലും ഭയപ്പെടാനുണ്ടോ? അത്ര സുരക്ഷിതത്വം നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് നൽകാൻ കാരണം ഈ ഉമ്മത്തിന്റെ മതസൗഹൃദ പ്രബോധന പ്രവർത്തനങ്ങളല്ലേ? പഠിക്കണം നിങ്ങൾ. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയത് എത്തിച്ചു കൊടുക്കാൻ നമുക്കിന്ന് കഴിയുന്നു. അതുപോലെ നോക്കൂ, ആസാമിൽ നിന്നും അവിടുത്തെ പ്രമുഖനായ നേതാവ് ദാറുൽ ഹുദയിൽ വന്നുകൊണ്ട് നേരിട്ട് ആവശ്യപ്പെട്ടില്ലേ? ആസാമിലെ ഉന്നതനായ ഒരു നേതാവ് നേരിട്ട് ദാറുൽ ഹുദയിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനം അവിടെ ഉണ്ടാക്കണം. പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പുണ്ട്. അതിന്റെ വാർത്ത കണ്ടിട്ട് ആളുകൾ ഇവിടെ വരിക. അതുപോലെ ബോംബെയിലെ ഡോങ്കരിൽ ഉണ്ടാക്കിയ സംഘടന, ഇതുപോലത്തെ മനോഹരമായ സ്ഥാപനം. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ കർണൂലിൽ മനോഹരമായി സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് കേരളീയതര മേഖലകളിലേക്ക് പ്രബോധനം വ്യാപിപ്പിക്കത്തക്ക വിധമുള്ള ഒരു നിരയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ CIC എന്ന് പറയുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ്, അതിന്റെ സിലബസ് നോക്കി എത്ര കുട്ടികൾ അതിലൂടെ പഠിച്ചുയർന്നു വരുന്നു. അതിന്റെ സിലബസ് ഇന്ന് സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഡിഗ്രിയും PGയും PhDയും നേടി ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലപ്പുറം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്, ജാമിയയുടെ ജൂനിയർ കോളേജുകൾ, അതുപോലെ തന്നെ ഇന്നിപ്പോ തൊട്ടടുത്തുള്ള യമാനിയ കോളേജ് പോലെ ഇൻഷാ അല്ലാഹ് അതിന്റെ വാർഷികം വരുന്നുണ്ട്. അവിടെ വെച്ച് കൂടുതൽ നമുക്ക് പറയാൻ കഴിയും. ആ വാർഷിക സമ്മേളനത്തിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമെന്ന ശുഭപ്രതീക്ഷ
ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇൽമ പഠിക്കുകയും ഇൽമ പ്രചരിപ്പിക്കുകയും ചെയ്തൊരു തലമുറയെ വാർത്തെടുത്ത സമത്തിന്റെ സേവന പ്രവർത്തനമാണ്. ആ സമത്തെ കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് പഠിക്കാനും അറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു തലമുറയായി വളരാൻ നമുക്ക് കഴിയണം. ഈ കാലാവസ്ഥാന്തരീക്ഷത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് പ്രധാനമായതുകൊണ്ടും മാത്രമല്ല ഞാൻ പലപ്പോഴും നിങ്ങളോട് പ്രസംഗിക്കുന്നത് കൊണ്ടും വളരെ ദീർഘിപ്പിക്കാതെ ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമമിടുകയാണ്. ഇൻഷാ അല്ലാഹ് പടച്ചറപ്പ് അനുഗ്രഹിച്ചാൽ അതേ വിദൂരമല്ലാത്തൊരു സമയത്ത് തൊട്ടടുത്ത് വരാനുള്ളത് കൊണ്ട് അവിടെ വെച്ച് ഞാൻ കരുതി വെച്ചതൊക്കെ നിങ്ങളോട് പറയാനും ദീർഘിച്ച് സംസാരിക്കാനും എനിക്ക് അവസരമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ, പ്രത്യേകിച്ച് മഴ വന്നത് നമുക്കൊരു അനുഗ്രഹമായിരിക്കാം. ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. ആ പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പടച്ചറപ്പ് കരുത്ത് പകരുമാറാവട്ടെ. ബാക്കിയുള്ള സംഘടനാ കാര്യങ്ങളും നവചലനങ്ങളുമൊക്കെ വളരെ മനോഹരമായി എന്റെ പ്രിയ സുഹൃത്തിൽ നിങ്ങൾ കേൾക്കുക. അദ്ദേഹം അത് അവതരിപ്പിക്കും. അദ്ദേഹത്തിന് ഹക്കിന് വേണ്ടി നിലകൊള്ളാൻ പടച്ചറപ്പ് തൗഫീക്ക് നൽകിയതിൽ വലിയ സന്തോഷം നമുക്കുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, എല്ലാ ശത്രുതയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.